സമസ്തയ്ക്ക് പ്രതിഷേധിക്കാം, മറ്റു മുസ്ലിം സമൂഹ നേതാക്കൾക്കും പ്രതിഷേധിക്കാം. പക്ഷേ സർക്കാരിനോടും ഇതര സമൂഹങ്ങളോടും ആജ്ഞാപിക്കാൻ പാടുണ്ടോ? സ്കൂൾ സമയം രാവിലെ 15 മിനിറ്റ് നേരത്തെയും വൈകുന്നേരം 15 മിനിറ്റ് വൈകിയും ആക്കി ദിവസേന ആകെ അരമണിക്കൂർ ദീർഘിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് പൊടുന്നനെയല്ല. പഠനവേളയുടെ നിർദ്ദിഷ്ട മൊത്ത ദൈർഘ്യം സാധ്യമാക്കാൻ കോടതി കൂടി നിർദ്ദേശം നൽകിയതിൻ്റെ പേരിലുള്ള നടപടി. പല നീക്കങ്ങളും ആലോചിച്ച ശേഷം ഒടുവിൽ എത്തിച്ചേർന്ന പരിഹാരം. സമയം ദീർഘിപ്പിക്കുന്നത് പ്രായോഗികമായി പൊതുവെ എല്ലാവർക്കും ഏറിയോ കുറഞ്ഞോ അസൗകര്യം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കുമെല്ലാം. പഠന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഏത് വിഭാഗവും അത് സ്വീകരിക്കാൻ സന്നദ്ധമാകുന്നത്. എല്ലാവരും തന്നെ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ചെറിയ വ്യത്യാസം പോലും മദ്രസ പഠനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ് എതിർക്കുന്നത് മതാധിപത്യത്തിൻ്റെ ലക്ഷണമല്ലേ? പൊതുവിദ്യാഭ്യാസ ക്രമം മദ്രസ പഠനത്തിൻ്റെ സൗകര്യം മാത്രം നോക്കി സദാ ക്രമീകരിക്കണം എന്ന് കേരള സമൂഹത്തോട് പറയുവാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? ഇല്ലാത്ത അവകാശം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് സർക്കാരിന് മേലുള്ള സമ്മർദ്ദ പ്രയോഗം. മദ്രസ പഠനത്തിലെ 15 മിനിറ്റ് ക്രമീകരിക്കാൻ പറ്റില്ല. ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും അവധികളും മധ്യവേനൽ അവധിയും വെട്ടിച്ചുരുക്കിയോ ക്രമീകരിച്ചോ സർക്കാർ പൊതുവിദ്യാഭ്യാസം നടപ്പാക്കിയാൽ മതി എന്ന് പറയുന്നതിൽ കേവലം പ്രതിഷേധം മാത്രമാണോ മുഴങ്ങുന്നത്? ഇത്തരം വിരട്ടലുകൾക്കും സമ്മർദ്ദങ്ങൾക്കും സർക്കാർ വഴങ്ങുന്ന പതിവാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. ഇക്കുറി പക്ഷേ സമയപരിഷ്കരണം മാറ്റുകയില്ലെന്നും സമസ്തയുമായി ചർച്ചയാകാമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ചർച്ച സ്വാഗതാർഹം. അത് മറ്റുള്ളവരെ ഭോഷന്മാരാക്കി മതാധിപത്യവാദികൾക്ക് വഴങ്ങുന്ന ഒത്തുതീർപ്പ് നാടകത്തിനുള്ള മുൻകൂർ വേഷം കെട്ടലാകരുതെന്നു മാത്രം. ഓണ അവധിയും ക്രിസ്മസ് അവധിയും മധ്യവേനൽ അവധിയും പ്രായോഗികമായി വിദ്യാഭ്യാസ വർഷത്തെ ത്രൈമാസ ഘട്ടങ്ങളായി വിഭജിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് ആശ്വാസകരമായി സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് മുമ്പ് മുതൽ തന്നെ. അതിനെതിരെ ഇതുവരെയില്ലാത്ത അസഹിഷ്ണുതയുമായി മതസമ്മർദ്ദം പ്രയോഗിക്കാൻ ഇറങ്ങുന്നവർ ഉന്നം വയ്ക്കുന്നത് എന്താണ്? തങ്ങളുടെ ആവശ്യം അവർ മതമേൽക്കോയ്മ ഭാവത്തിൻ്റെ ദൃഷ്ടാന്തമാക്കി മാറ്റുന്നതിൽ കുഴപ്പമുണ്ട്. പൊതുവിദ്യാഭ്യാസത്തിന് സമാന്തരമായി മതവിദ്യാഭ്യാസം നടത്തുന്നവർ സ്വന്തം നിലയ്ക്കാണ് സമയം കണ്ടെത്തേണ്ടത്. അതിനു പകരം പൊതുസമൂഹത്തിൻ്റെ സാഹചര്യങ്ങൾക്കുമേൽ തങ്ങളുടെ മതാവകാശം സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നതിനെയാണ് മതാധിപത്യമെന്നും മതരാഷ്ട്ര നിർമ്മാണ ശ്രമമെന്നും പറയേണ്ടി വരുന്നത്. അറിയേണ്ടത് സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ്. കവാത്ത് മറക്കുമോ? ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും ഏറ്റവും കുറച്ചു മാത്രം അസൗകര്യമുണ്ടാക്കുന്ന നീക്കം ഉപേക്ഷിച്ച് സമസ്തയ്ക്ക് കീഴടങ്ങുമോ? ഒരു മതസമുദായ നേതൃത്വത്തിന് മുന്നിൽ മാത്രം വഴങ്ങുന്ന വാലുമായി ഭരണാധികാരികൾ വീണ്ടും രംഗത്ത് വരുമോ എന്ന്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അങ്ങനെ ഒരു കാഴ്ച മുമ്പ് പതിവായിരുന്നു. ഇപ്പോൾ എങ്ങനെയെന്ന് കാത്തിരുന്നു കാണാം.